ഓക്കെ, സൈക്കോളജിയുടെ പുതിയ ക്വസ്റ്റ്യൻ വർക്കൗട്ടിലേക്ക് സ്വാഗതം. 5 ക്വസ്റ്റ്യൻസാണ് ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വികാരങ്ങളായ കോപം, അസൂയ, വെറുപ്പ് എന്നിവ പൊതുവെ അറിയപ്പെടുന്നത്: എ പോസിറ്റീവ് വികാരങ്ങൾ, ബി നെഗറ്റീവ് വികാരങ്ങൾ, സി യുക്തി വികാരങ്ങൾ, ഡി യുക്തിരഹിത വികാരങ്ങൾ. ഓക്കെ, പെട്ടെന്ന് ഉത്തരം പറയുക. 5 4 3 2 1 0. ഉത്തരം ഏതാണ്? ഇവയെല്ലാം പോസിറ്റീവ് വികാരങ്ങളാണ്. നിങ്ങൾ വിചാരിക്കരുത് നെഗറ്റീവ് വികാരങ്ങളാണെന്ന്. വികാരങ്ങളെ വെച്ചിട്ട് കോപം, വെറുപ്പ്, അസൂയ എന്നിവയെല്ലാം എന്താണ്? പോസിറ്റീവ് വികാരങ്ങളാണ്. ഇത് കാണാപ്പാടം അങ്ങ് പഠിച്ചുകൊണ്ട് പോവുക, അതാണ് സേഫ്. ഇനി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ അടുത്തായിട്ട് വീണ്ടും ഒരു വട്ടവും കൂടി പറയുന്നു. ഇത് 2020 ഡിസംബറിൽ നടന്ന കേറ്റത്തിൻ്റെ ക്വസ്റ്റ്യനിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 12ാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ പഠന വൈകല്യമുള്ള കുട്ടികളുടെ സവിശേഷത അല്ലാത്തത്: ശ്രദ്ധാവൈകല്യങ്ങൾ, എഴുത്തിലും വായനയിലുമുള്ള പ്രയാസങ്ങൾ, ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രയാസങ്ങൾ, ശരാശരിയിൽ താഴ്ന്ന ബുദ്ധി നിലവാരം. താഴെ പറഞ്ഞതിൽ പഠന വൈകല്യമുള്ള കുട്ടിയുടെ സവിശേഷത അല്ലാത്തതാണ്. ഓക്കെ, പറഞ്ഞോളൂ. 5 4 3 2 1 0. ഉത്തരം ഡി ആണ്. അതായത് എന്താണ്? ശ്രദ്ധാവൈകല്യക്കുറവ് എന്താണ്? പഠന വൈകല്യ ശേഷിയുള്ള കുട്ടികളുടെ അതിനകത്ത് പെടുന്നതാണ്. ഓക്കെ, എന്നാൽ എഴുത്തും വായനയും ഉള്ള പ്രയാസവും പഠന വൈകല്യത്തിൽ പെടുന്നതാണ്. ഗണിതത്തിലുണ്ടാകുന്നതും പഠന വൈകല്യത്തിൽ പെടുന്നതാണ്. എന്തായാലും ശരാശരിയിൽ താഴ്ന്ന ബുദ്ധി എന്ന് പറയുന്നത് പഠന വൈകല്യമാണോ? അല്ല. പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ എന്താ? പഠനകാര്യങ്ങൾ ചെയ്യാനും പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുമായി ഒരു കുട്ടിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയാണ് പഠന വൈകല്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ശരാശരി താഴ്ന്ന ബുദ്ധി എന്ന് പറയുന്നത് അതില്ല മന്ദബുദ്ധി, ജഡബുദ്ധി എന്നൊക്കെ പറഞ്ഞു വരുന്ന ആ മേഖലയിൽ വരുന്നതാണല്ലേ, IQ ഒക്കെ. അപ്പം അത് ഇതിനകത്ത് വരുന്നതല്ല. ഓക്കെ, അങ്ങനെ 13ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 13ാമത്തെ ചോദ്യം: താഴെ പറയുന്ന പ്രക്രിയകളിൽ ഏതാണ് സാമൂഹ്യവൽക്കരണവുമായി അടുത്തു ബന്ധമുള്ളത്? എ ആധുനികവൽക്കരണം, ബി സാംസ്കാരിക സ്വാംശീകരണം, സി സംസ്കൃതവൽക്കരണം, ഡി പാശ്ചാത്യവൽക്കരണം. താഴെ പറയുന്നവയിൽ ഏതാണ് സാമൂഹ്യവൽക്കരണവുമായി അടുത്തു ബന്ധമുള്ളത്? 5 4 3 2 1 0. 13ാമത്തെ ഉത്തരം ബി സാംസ്കാരിക സ്വാംശീകരണമാണ്. ഏതാണ്? സാമൂഹ്യവൽക്കരണവുമായി അടുത്ത് ബന്ധമുള്ളത്. ഓക്കെ, അതിനകത്ത് പ്രത്യേകിച്ച് വലിയ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. അപ്പം അടുത്ത 14ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 14ാമത്തെ ചോദ്യം: ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ പെരുമാറ്റം പരിണാമാത്മകമല്ല, പരിമാണാത്മകമല്ല. കാരണം പെരുമാറ്റം നിയന്ത്രിക്കപ്പെടുന്നത് മനസ്സിൽ രൂപപ്പെടുന്ന വിന്യാസ രീതി അനുസരിച്ചാണ്. ബി പെരുമാറ്റം എപ്പോഴും മാറ്റത്തിന് വിധേയമാണ്. സി പെരുമാറ്റം അപൂർവമായി മാത്രമാണ് ബാഹ്യം. ഡി പെരുമാറ്റം എപ്പോഴും ആന്തരികമാണ്. ഇതിനകത്ത് ഏതാണ് ബിഹേവിയറിസവുമായിട്ട് ബന്ധപ്പെട്ട് പരിണാമാത്മകമല്ല എന്ന് പറയാൻ കാരണം? ബിഹേവിയറിസം ഒന്ന് നോക്കിക്കോണേടാ. അതൊരു സ്ഥിരം ചോദ്യം ചോദിക്കുന്ന ഒരു മേഖലയാണ്. അപ്പം ഇതിനകത്താണ് എന്താണ് ബിഹേവിയറിസം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എന്താണ് പെരുമാറ്റം നിയന്ത്രിക്കുന്നത് മനസ്സിൽ രൂപപ്പെടുന്ന വിന്യാസ രീതിക്കനുസരിച്ചാണ്. അതുകൊണ്ടാണ് ഇത് പരിമാണാത്മകമല്ലെന്ന് പറയുന്നതെന്ന് നമ്മളെപ്പോഴും സാധാരണ രീതിയിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, അതിനകത്ത് പ്രത്യേകിച്ച് ഡൗട്ടിൻ്റെ ആവശ്യകതയൊന്നുമില്ല. അത് നമ്മൾ ആ ബിഹേവിയറിസം 1-2 തവണ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ നമുക്കിത് കിട്ടാവുന്നേ ഉള്ളൂ. ആ പോർഷൻസ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കേടാ. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ: ഒരു ബീജഗണിത ആൾജിബ്ര ക്ലാസ്സിൽ പ്രശ്നപരിഹരണത്തിന് പ്രയോജനപ്പെടുത്താവുന്ന ഏറ്റവും അനുയോജ്യമായ രീതി: ഹ്യൂരിസ്റ്റിക്, ബി അൽഗോരിതം, സി ശ്രമപരാജയ രീതി, ഡി മാർഗവും അന്ത്യവും വിശകലനം ചെയ്യൽ. ഇത് സൈക്കോളജിക്കകത്ത് തന്നെ വന്ന ക്വസ്റ്റ്യനാണ്, അല്ലാതെ മാത്സിൻ്റെ പെഡഗോജിക്കകത്ത് വന്നതല്ല. സൈക്കോളജിക്കകത്ത് ഡയറക്റ്റ് അടിച്ച ക്വസ്റ്റ്യനാണ്. ഉത്തരം ഏതാണ്? ബീജഗണിതം. ഏതായിരിക്കും?
അൽഗുരിതം രീതിയാണ് കേട്ടോ. ഇനി എങ്ങാനും അറിഞ്ഞുകൂടെങ്കിലും അങ്ങ് കാണാതെ അങ്ങ് പഠിച്ചു വെച്ചേക്കണം ബീജഗണിതം അൽഗുരിതം രീതിയെന്ന്. ഓക്കെ, ഇനി പെട്ടെന്ന് നിങ്ങൾ രണ്ട് കാര്യം കൂടി പറയുന്നു. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ക്വസ്റ്റ്യനുകൾ വർക്കൗട്ട് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യനുകൾ വർക്കൗട്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ വിജയമന്ത്രം. അല്ലാതെ നിങ്ങൾ പഠിക്കുന്നത് ഉണ്ട്, പഠിച്ചാലേ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യും, അത് സത്യം. പക്ഷേ നിങ്ങൾ എത്ര കൂടുതൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് വിജയസാധ്യത കൂടും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പഠിച്ച പോർഷൻസിൻ്റെ ക്വസ്റ്റ്യൻസുകൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ പഠിച്ചത് ശരിയായോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തനിയെ മനസ്സിലാകാം. അതിന് ChatGPT ഉപയോഗിക്കാം, ജെമിനി ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ബൈ.